മിസ്റ്റർ സാബു കട്ടപ്പന, താങ്കൾ എത്ര വർഷമായി വിദേശത്ത് താമസിക്കുന്നു? താങ്കളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ കട്ടപ്പനയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചുകൊള്ളുന്നതാണ്. ഞാൻ 16 വർഷം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. സൗദി അറേബ്യയിൽ സ്വന്തം ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. അതിപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിൽ ഞാനില്ലിപ്പോൾ എൻ്റെ പാർട്ട്ണറാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ അമേരിക്കയിൽ വന്നിട്ട് കുറഞ്ഞത് 13 വർഷത്തോളമായി. ഈ 13 വർഷത്തിൽ ന്യൂയോർക്കിൽ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഓപ്പൺ ചെയ്തു. അതിലിപ്പം 20-ന് മുകളിൽ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹൂസ്റ്റണിൽ ഇപ്പം 3 വർഷമായി ഞാൻ ഇതേ കമ്പനി തന്നെ ഓപ്പൺ ചെയ്തു. ഇവിടെ 10-17 ആൾക്കാർ എൻ്റെ കുറിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിസിനസ് കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മിസ്റ്റർ സാബു, താങ്കളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അനുകൂലമായും പ്രതികൂലമായും പലരും അഭിപ്രായങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്താണ് അതിന് കാരണം? താങ്കൾ ഒരു പ്രമുഖ നടനെക്കുറിച്ച് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനെക്കുറിച്ചാണ് ആളുകൾ സംസാരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അതിനകത്തൊരു തെറ്റും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ആൾക്കാർ കൂടി എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ആൾക്കാർ കൂടി തീരുമാനിച്ചതാണ് ഇങ്ങനെ ഒരു പ്രമുഖ നടനെ. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാക്കി, അതായത് ഞാൻ മാധ്യമങ്ങൾ വായിക്കുന്ന ഒരാളാണ്. കാരണം എന്ത് ജോലിയാണെങ്കിലും വൈകിട്ട് വന്നിട്ട് ഞാൻ പേപ്പറുകളെല്ലാം നോക്കാറുണ്ട്. അപ്പം 3-4 മാസങ്ങളായിട്ട് ഞാൻ കാണുന്നു ഒരു പ്രമുഖ നടിയെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നു. അല്ലാതെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരു സുപ്രഭാതത്തിൽ യാതൊരുവിധ ന്യൂസും ഇല്ലെന്നായി തീരുമാനം. നമ്മുടെ ദൈവത്തിൻ്റെ നാടെന്ന് പറയുന്ന നാട്ടിൽ ഇതൊക്കെ നടക്കും. പക്ഷെ ഇവിടെ അത് നടക്കാൻ ഞാനും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരും അങ്ങനെ ഒരു വ്യക്തിയെ ഇവിടെ സ്വീകരിക്കാൻ തയ്യാറില്ല എന്ന് പൂർണ്ണതയോടെ തീരുമാനിച്ചു. അത് എന്നെ സംബന്ധിച്ചോളം 100% വിജയത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? താങ്കൾക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യനോടും വ്യക്തിവൈരാഗ്യമില്ല. കാരണം ഇനിയിപ്പോൾ ഇതുപോലെ വേറൊരു നടൻ കാണിച്ചാലും ഇത് തന്നെയാണ് എനിക്ക് എൻ്റെ കയ്യിൽ നിന്നുള്ള പ്രതികരണം. കാരണം എനിക്ക് എന്തിന് ഞാൻ ഇത് സംഘാടകരോടോ എനിക്ക് സംഘാടകരെ അറിയത്ത് പോലുമില്ല. ആരോടും വ്യക്തിപരമായിട്ടില്ല. പക്ഷേ ചില സംഘാടകരും ഇവിടെയുള്ള അതിൻ്റെ സ്പോൺസേഴ്സും പറയുന്നത് താങ്കളും മറ്റു ചില ആളുകളും ചേർന്ന് ആ നടനെ അപകീർത്തിപ്പെടുത്താനും ആ ഷോ നെഗറ്റീവ് പോയിന്റിലോട്ട് എത്തിക്കാനും വേണ്ടിയുള്ള നടത്തുന്ന ശ്രമമാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറഞ്ഞാൽ താങ്കൾ എന്ത് പറയും? അതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു നിസ്സാരപ്പെട്ട ഒരു മനുഷ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞ് ഇവിടെയുള്ള ഒരു ഷോ ജനങ്ങൾ കാണാതിരിക്കൂ, ഒരിക്കലുമില്ല. ഞാൻ എന്നുള്ളൊരു വ്യക്തി പറഞ്ഞിട്ട് അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയുകയാണ് താങ്കൾ ഈ ഷോയ്ക്ക് പോകരുത്, താങ്കൾ കേൾക്കൂ, ഇല്ല. പിന്നെ ജനങ്ങളെല്ലാവരും കൂടെ എന്തുകൊണ്ട് ഇത് കയ്യിലെടുത്തു? ടിക്കറ്റ് പോകുന്നില്ല. ഞാനിപ്പോൾ പുതിയ ന്യൂസ് കേട്ടെന്ന് പറഞ്ഞാൽ വളരെ മോശമായ ന്യൂസാണ്. കാരണം കേട്ടെന്ന് പറഞ്ഞാൽ ആദ്യം 250, 300, 400 വരുത്ത ടിക്കറ്റ് നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പച്ചമത്തി ചീഞ്ഞു കഴിയുമ്പോൾ അതിന് വിലയില്ല. പച്ചമത്തി ചീഞ്ഞു കഴിഞ്ഞാൽ അതിന് വിലയില്ല. അപ്പൊ ഈ 250 രൂപയ്ക്ക് വിറ്റ മത്തി ചിലപ്പം വഴിയിലിട്ട് വയ്ക്കും 50 രൂപയ്ക്ക്. ഇപ്പൊ ആ അവസ്ഥ ഞാൻ കണ്ടു. കാരണം പല കടകളിലും ചെല്ലുമ്പോഴും 50 രൂപ പ്രമുഖ നടന്റെ ഷോ. ഇനിയും ചീഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ചിലപ്പോൾ ആൾക്കാരെ ചുമ്മാ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും വരുന്നുണ്ട്. പിന്നെ അതുപോലെ പല സ്ഥലത്തുനിന്നും എനിക്ക് വിളികൾ വരുന്നു, ഞങ്ങളുടെ ഷോ ക്യാൻസൽ ചെയ്തു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ ഞാനെന്ന് പറഞ്ഞ വ്യക്തി, സാബു കട്ടപ്പന എന്ന് പറഞ്ഞ വ്യക്തി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മുഴുവൻ ഇങ്ങനെ അംഗീകരിക്കൂ. അതിനകത്ത് എന്തോ കാര്യമുണ്ട്, അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതാണ് ഞാൻ ഇതൊന്ന് കാണുന്നത്. ഈ വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ അടുത്ത ദിവസം TV-യിൽ കാണാനിടയായി. അത് കണ്ടപ്പോൾ അതിൽ അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്? നിങ്ങളുടെ കുട്ടിയെ ഷോയിൽ പങ്കെടുപ്പിക്കാൻ അവർ സമ്മതിക്കാത്തത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ താങ്കളുടെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? സത്യം പറഞ്ഞാൽ എനിക്ക് അത് കേട്ട് ഭയങ്കര രസകരമായിട്ടാണ് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, എനിക്ക് 2 ആൺകുട്ടികളാണുള്ളത്. ഒരാൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവർക്ക് സത്യത്തിൽ പറഞ്ഞാൽ താങ്കൾക്കാണെങ്കിലും അറിയാമല്ലോ, നമ്മുടെ കുട്ടികൾ ചിലപ്പം അങ്ങോട്ട് മലയാളം പറഞ്ഞാൽ അവർ കേൾക്കും, ഇങ്ങോട്ട് തിരിച്ചു പോലും ആൻസർ പറയത്തില്ല. തന്നെയല്ല, അങ്ങനെയുള്ള കുട്ടികളെ ആയിട്ട് ഞാൻ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്, ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഞാൻ അവിടെ ചെന്നിട്ടുമില്ല. ഞാൻ ഒരു കാരണവശാലും അങ്ങനെ പോകുന്ന ഒരാളുമല്ല. അതാണ് അതിൻ്റെ ശരിക്കുള്ള സത്യാവസ്ഥ.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കള്ളത്തരമാണെന്നൊരു തെളിവാണിത്. കാരണം ഇങ്ങനെ നിസ്സാരം എന്നെപ്പറ്റി ഇത്രയും കള്ളത്തരങ്ങൾ മിനിറ്റ് നേരം കൊണ്ട് മണിക്കൂർ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെങ്കിൽ എത്രയോ കള്ളത്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറയുന്നത് മൊത്തം കള്ളത്തരമാണെന്ന് ഞാൻ തെളിവ് കൊടുക്കുവാണ് ഇതിൽ നിന്ന്. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രമുഖ നടനെ തേജോവധം ചെയ്തിട്ട് താങ്കൾക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്? ഞാൻ തേജോവധം ചെയ്തതായിട്ട് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ മാധ്യമങ്ങളിൽ കണ്ടു, ഞാനത് മുമ്പേ വിശദീകരിച്ച കാര്യമാണ്. മാധ്യമങ്ങളിൽ കണ്ടു, പക്ഷെ ഞാനത് ജനങ്ങളിൽ, ഇവിടെയുള്ള ജനങ്ങളിൽ എത്തിച്ചു, ജനങ്ങൾ അത് ഏറ്റെടുത്തു. അല്ലാതെ ഞാൻ ആരെയും ഞാൻ തേജോവധം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാബു, താങ്കളെക്കുറിച്ച് കേൾക്കുകയുണ്ടായി, താങ്കൾ ജോലിയും യാതൊരു കാര്യങ്ങളും ഇല്ലാതെ വീട്ടിലിരുന്ന് മദ്യപാനവും ഒരു പണിയും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണ്, നിങ്ങളെ ഭാര്യ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്താണ് താങ്കളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്? അതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അറിയാവുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അറിയാം. കാരണം ഞാൻ ഇങ്ങനെ ഒരു കമ്പനി നടത്തുക, ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരാളേ ഉള്ളൂ, എനിക്ക് പാർട്ട്ണർമാരാരുമില്ല. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി നടത്തണമെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെതായ കാര്യങ്ങൾ, എത്രയെല്ലാം കാര്യങ്ങൾ നടന്നാലാണ് ഇത്രയും ആൾക്കാരെ വെച്ച് പണിക്കുക, അതവർക്ക് ശമ്പളം കൊടുക്കുക, ഇതെല്ലാം കറക്റ്റായിട്ട് 13 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ ആർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, കാരണം എന്നെപ്പറ്റി ഇപ്പോൾ എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ താമരയാണെന്ന് പറയുന്നു. എന്നെ അറിയാവുന്ന ഞങ്ങളെല്ലാം എന്നോട് വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, സാബുവിനെ പറ്റിയാണോ ഇത് പറഞ്ഞിരിക്കുന്നത്? ഇത്രയും അധ്വാനമായിട്ട് നടക്കുന്ന ഈ സാബുവിനെ പറ്റിയാണോ അത് പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനത് ഒരിക്കലും അംഗീകരിക്കത്തില്ല. പിന്നെ അത് തന്നെയല്ല, വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ അമേരിക്കയിൽ നമ്മുടെ നാട്ടിലെ മതി ആരെങ്കിലും ഒരു മലയാളി ഇത്രയും വർഷങ്ങളായിട്ട് വഴിയെ കള്ളു കുടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ വീടുകളിൽ പോയി കുടിക്കും, അവരവരുടെ എല്ലാവരുടെയും വീട്ടിൽ ബാറുണ്ട്. ഒരു മലയാളിയെ പോലും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ പകൽ സമയം കള്ളു കുടിച്ച് വഴിയെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഞാനും കള്ളു കുടിക്കാറുണ്ട്, ശരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വരും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഒന്ന് കഴിക്കും. അത് സാധാരണ ഇതിൽ അമേരിക്കൻ കൾച്ചറിൽ ഉള്ളതാണ്. അത് തന്നെയല്ല, നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ കുടുംബത്തിൽ ചെന്നാൽ അരിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കള്ളില്ല എന്ന് പറയുന്നത്. ഒരു ബാറില്ലെങ്കിൽ അതെനിക്ക് നാണക്കേടാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റുള്ള അവർക്കൊന്നും ഇല്ല. അതാണ് അതിൻ്റെ സത്യം. ഇല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് എൻ്റെ കമ്പനി ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. താങ്കൾക്ക് ഇതിൻ്റെ പേരിൽ ഭീഷണികളുണ്ട് എന്ന് താങ്കൾ പറയുന്നു, ഇത് സത്യമോ? എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ഒരു കാര്യത്തിൽ ഞാൻ ഒരു കാര്യങ്ങളും നുണ പറയുന്നില്ല. നുണ പറഞ്ഞാൽ ഞാൻ നുണ പറഞ്ഞ് എൻ്റെ കയ്യിൽ ജനങ്ങൾ അറിയും ഞാൻ നുണയാണ് പറയുന്നതെന്ന്. ഭീഷണി ഉള്ളതിനും എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഇതിനകത്തിരിക്കുന്നത് മുഴുവനും. ഭീഷണിപ്പെടുത്തിയവരുടെ സർവർ റെക്കോർഡിങ് എൻ്റെ അന്ന് മുതലുള്ളതിൽ മോശമായിട്ടുള്ള സർവർ റെക്കോർഡിങ് ഇരിപ്പുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹോട്ടലിൽ എനിക്കൊന്ന് ഒരു 10-50 ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് പറയുവാണ്, എടാ കട്ടപ്പന സാബു, നീ നെടുമ്പാശ്ശേരി വന്നിറങ്ങിക്കഴിഞ്ഞാൽ നിന്റെ തല വെട്ടും, നിന്റെ കട്ടപ്പനയിലെ വീട് എനിക്ക് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു, സുഹൃത്തേ, എൻ്റെ കട്ടപ്പനയിലെ വീട് കട്ടപ്പനയാണെന്ന് പറഞ്ഞേ, നീ പേപ്പർ പേനയിട്, എൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം കൂടെ തരാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഒരു കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കട്ടപ്പന വീട്ടിൽ പോകുമോ, ബോംബുക്കോ പൊട്ടിക്കോ എന്ത് പറഞ്ഞു ചെയ്തു. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ 92 വയസ്സുള്ള ഒരു അമ്മച്ചി എന്നാന്നുണ്ട്, അവരെ പീഡിപ്പിച്ചേക്കരുത്, അത് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനും മടിക്കില്ല ഈ ആഭാസന്മാരെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നോട് അതുപോലെ തെറികളാണ് കൂട്ടത്തോടെ. അത് എനിക്കറിയാം, ഈ പ്രമുഖൻ തന്നെയാണ് ഇതെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് അവിടെയൊക്കെ സൗണ്ട് ഉണ്ടോ അതുപോലെ ഒരു ഹോട്ടലിൽ നിന്ന് ഭയങ്കര സൗണ്ടിലാണ് വിളിക്കുന്നത്. എന്നിട്ട് ചോദിക്കണം, നീ നേഴ്സുമാരുടെ അടിവസ്ത്രങ്ങളിലല്ലേ ജീവിക്കുന്നത്? താങ്കളോട് ഞാൻ ചോദിക്കാം, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഞാൻ പറയുന്നത്, എനിക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായി, അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മായിപ്പനോ അമ്മായിമ്മയോ ഒന്നും പോയില്ല. ഞാനാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കിയത്. ഈ പറയുന്ന താങ്കളും ചിലപ്പോൾ ഒരു നേഴ്സിന്റെ ഭർത്താവായിരിക്കാം. എൻ്റെ സഹോദര, ഞാനും ഒരു നേഴ്സാണ്. ഇവിടെ ഞാൻ എൻ്റെ ഭാര്യ ജോലിയുള്ളപ്പോൾ ഞാനാണ് അവളുടെ വസ്ത്രങ്ങൾ കഴുകുന്നത്. അതിനകത്ത് ഇവിടെ ദുരഭിമാനങ്ങളൊന്നും അല്ല. ഞാനിത് കേട്ടപ്പം സത്യം പറഞ്ഞാൽ അഭിമാനിക്കും. എനിക്ക് എന്നൊക്കെ ഒരു കുട്ടിയുണ്ടായി, ലേബർ റൂം അതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1.5 മാസം എൻ്റെ ആ തിരക്കിനിടയ്ക്ക്
1.5 മാസത്തോളം ഞാൻ ഒരിടത്തും പോയില്ല. വീട്ടിലെ പുള്ളിക്കാരി ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ ഇത് എനിക്ക് ഭയങ്കര അഭിമാനമായിട്ടുണ്ട്. എനിക്കറിയില്ല ഇതിനകത്ത് എന്ത് തെറ്റ്. ഈ ചിലപ്പോൾ ഇവര് പറയുമ്പോൾ ചോദിക്കുന്നു ഈ നേഴ്സുമാരെന്ന് പറയുന്നത് തീവ്രവാദികളാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് നാട്ടിലുള്ള ചില ആളുകളുടെ ഒരു സങ്കല്പമാണ്. ആളുകൾ നേഴ്സുമാര് പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ ജോലിയില്ലാതെ ഇവിടെ ഇരിക്കുന്നു, അവരൊന്നും ചെയ്യുന്നില്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു എന്നൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്കൾക്ക് ഉണ്ടായ ഈ ഒരു സന്ദർഭം എനിക്ക് ഒരു വൈകാരിക നിമിഷമായി തോന്നുന്നു. കാരണം നേഴ്സുമാരെ അങ്ങനെ പറഞ്ഞതിൽ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. എന്നാലും ഒരു മഹാനടൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, എന്നാലും പ്രമുഖ നടൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താണ് കരുതേണ്ടത്? എന്താണ് അവരുടെ മനസ്സിലുള്ളത്? തീർച്ചയായിട്ടും അതൊരു അറിവില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് പുച്ഛിച്ചു തള്ളുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ എന്തെങ്കിലും നമ്മുടെ വയ്ക്കണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നോക്കുന്നത്, വേറെ ആരും നോക്കും. പിന്നെ ഇത് വലിയ എന്തോ കുറ്റം ചെയ്യുന്നതായിട്ടാണ് മറ്റുള്ള ജനങ്ങൾ കാണുന്നത്. അതെനിക്കറിയാൻ മനസ്സിലില്ല. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയല്ലോ, ഞാനിവിടെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ അമേരിക്കയിലാണെങ്കിലും മറ്റു വിദേശത്ത് ചെയ്യുന്ന കുട്ടികൾ, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതാണ്ട് അടുത്ത പ്രായത്തിൽ തന്നെ അടുത്ത കുട്ടികളുണ്ടാകും. നാട്ടിൽ ശ്രദ്ധിച്ച് നോക്കൂ, ഇല്ല. കാരണം അതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ പരിചരണയുടെ ഈ സന്തോഷത്തിലും ഒക്കെയാണ് പെട്ടെന്ന് അടുത്ത കുട്ടികളുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിരിക്കുന്നത്. മിസ്റ്റർ സാബു, ഒരു കാര്യവും കൂടെ ചോദിച്ചോട്ടെ, താങ്കൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം ഇത്രയും കാര്യങ്ങൾ പറയാൻ? സത്യം പറയല്ലേ, ഇത് പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരേ ഒരു ആൻസർ ഉണ്ട് എനിക്ക് പറയാം. ഞാൻ കട്ടപ്പനയിൽ ജനിച്ചു വളർന്ന് നല്ല കട്ടൻ കാപ്പി കാന്താരി മുളക് കഴിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണ്. അതിൻ്റെ ഒരു പവറായിട്ടാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ, നൈസ് ടു മീറ്റ് യു. എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് വേറൊന്നുമില്ല. കാരണം ഈ പ്രമുഖ നടനെ നമ്മൾ ജനങ്ങളല്ലേ പ്രമുഖനാക്കിയത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം, നമ്മൾ തന്നെ തിരിച്ചടി കൊടുക്കണം അതിന്. അത് വേറെ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നേഴ്സുമാരുടെ ഭർത്താക്കന്മാരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും വളരെ അപമാനിച്ച രീതിയിലാണ് സംസാരിച്ചത്. അപ്പം ഇന്നലെ ഞാൻ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചു നിന്ന് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യാം, അതിനുള്ള നീക്കങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ നേഴ്സുമാരെ കുറ്റം പറയുന്നത് പറഞ്ഞാൽ കേൾക്കാൻ പറ്റാത്ത തെറികളാണ് പറഞ്ഞത്. ഞാൻ അവരോട് മാത്രമായിട്ട് പറയുന്നു, നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പനോ അമ്മയോ നിങ്ങളുടെ കുട്ടികളോ നിങ്ങളുടെ കൊടുത്ത് കാണില്ല. ഒരു കാര്യം ഓർക്കുക, അവസാന ശ്വാസം വലിക്കുമ്പം ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറഞ്ഞാൽ നീ ഇപ്പം പറഞ്ഞ ആ നേഴ്സായിരിക്കും നിൻ്റെ മുമ്പിലുള്ള. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നേഴ്സിൻ്റെ വില എന്താണെന്ന്. അത് തീർച്ചയായിട്ടും മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രമുഖന്മാർ വന്നിട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെയുള്ള പൈസ മുഴുവനും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നാട്ടിൽ പോയി ഒരു 5 ലക്ഷം രൂപയുടെ വീടൊന്നും ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഉടനെ പ്രസ്താവന ഇറക്കും, അമേരിക്കയിൽ കിട്ടിയ പൈസ മുഴുവൻ ഞാൻ സേവനം ചെയ്തു. എന്തിനാണ് നമ്മളൊന്നും ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ജനങ്ങൾ നോക്കിയാൽ നാട്ടിൽ അനാഥരിൽ നോക്കാൻ പറ്റും തീർച്ചയായിട്ടും. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഫേസ്ബുക്കിലെ വ്യൂവേഴ്സിൻ്റെ എണ്ണം ഇങ്ങനെ കണ്ടപ്പോൾ അതിന് 12 ലക്ഷം പറഞ്ഞു. 1 രൂപ ഇട്ടാൽ മതിയല്ലോ. ഈ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ നാട്ടിൽ 12 ലക്ഷം എന്ന് പറയുമ്പോൾ എത്രയായി? അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമല്ല അവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സഹകരണത്തോടു കൂടി ചേർന്നിട്ട് നിങ്ങളൊരു 10 പേര് കൂടിയിട്ട് 5 രൂപ വെച്ചിടുക. എന്നിട്ട് നാട്ടിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ വാങ്ങാനുള്ള പൈസ നമുക്കുണ്ടാവും. അതിൽ കുറേ വീട് വെച്ചിട്ട് അതിനകത്ത് പാവങ്ങളെ താമസിപ്പിക്കുക. ഇത് അവസാനം ഇവിടുന്ന് പോകാൻ നമുക്ക് വയസ്സും പ്രായമൊക്കെ ആരും നോക്കാനില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതിനകത്തൊരു വീട്ടിൽ പോയി താമസിക്കുക. നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് 500 കുടുംബങ്ങൾ നമ്മളെ നോക്കിയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര വിജയമായിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ എന്ത് കൊള്ളരുതായ്മ കാണിക്കുന്നത് ഇതെന്നല്ല, ഇനിയുള്ള കാര്യങ്ങൾ പോലും ഒരു കൊള്ളരുതായ്മ കാണിക്കുന്ന ഒരു വ്യക്തിയെ പോലും നമ്മൾ ഇവിടെ ഷോയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ വിനീതമായ അപേക്ഷ.